ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് റവ കേസരി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. നോട്ടിഫിക്കേഷൻസ് ലഭിക്കാനായിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന ഓപ്ഷൻസിൽ ഓൾ തന്നെ ക്ലിക്ക് ചെയ്യണം. ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. റവ കേസരി തയ്യാറാക്കാനായിട്ട് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായ ശേഷം അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടാകുമ്പോൾ അതിലേക്ക് 1 കപ്പ് റവ ഇട്ട് വറുത്തെടുക്കാം. ഞാനിപ്പോൾ വറുക്കാത്ത റവയാണ് എടുത്തിട്ടുള്ളത്. ഇനി വറുത്ത റവയാണെങ്കിൽ എന്നാലും ഇതുപോലെ നെയ്യിലിട്ടൊന്ന് വറുത്തെടുക്കണം. റവ നെയ്യിലിട്ട് 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കാം. ലോ ഫ്ലെയിമിൽ ഇടാനായിട്ട് ശ്രദ്ധിക്കണം. ഒട്ടും തന്നെ റവ കരിഞ്ഞു പോകരുത്, അതിൻ്റെ കളറും മാറരുത്. 5 മിനിറ്റ് ഇതുപോലെ ഇളക്കി വറുത്തെടുക്കാം. ഇപ്പോൾ 5 മിനിറ്റ് വറുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ഒഴിക്കാനായിട്ട് നല്ല ചൂട് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. 2.25 കപ്പ് വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഏത് കപ്പിലാണോ നമ്മൾ റവ അളന്നത് അതിൻ്റെ ഇരട്ടിയും 1/4 കപ്പും കൂടെ ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ 1 കപ്പ് റവ എടുത്തതുകൊണ്ട് 2.25 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് കട്ടയൊന്നും ഇല്ലാതെ ഇളക്കി എടുക്കണം. നന്നായിട്ട് ഇളക്കിയ ശേഷം അടച്ചു വെച്ച് 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ തന്നെ വയ്ക്കാം. 2 മിനിറ്റ് അടച്ച് ലോ ഫ്ലെയിമിൽ വയ്ക്കുമ്പോഴേക്കും റവ നന്നായിട്ട് വെന്ത് സോഫ്റ്റ് ആയിട്ടുണ്ടാകും. 2 മിനിറ്റ് ആകുമ്പോൾ തുറന്ന് നോക്കാം. നമ്മുടെ റവയിൽ വെള്ളമെല്ലാം വറ്റിയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഒന്ന് ഇളക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർക്കാം. ഞാൻ ഇതിലേക്ക് 1.5 കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. 1/2 കപ്പ് ഇട്ടപ്പോൾ പാസ് മാറ്റാൻ മറന്നുപോയതാണ്. 1.5 കപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി മധുരം വേണമെങ്കിൽ 2 കപ്പ് ചേർത്ത് കൊടുക്കണം. 1.5 കപ്പ് ഇട്ടുമ്പോൾ തന്നെ നല്ല മധുരമുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഫുഡ് കളർ ചേർക്കുന്നുണ്ട്. യെല്ലോ ഫുഡ് കളറാണ് ചേർക്കുന്നത്. കളർ ചേർത്തില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. ഞാനിപ്പോൾ ഫോട്ടോയൊക്കെ എടുക്കാനായിട്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കളർ ചേർത്തത്. നമ്മൾ വീട്ടിൽ കേസരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഫുഡ് കളർ ചേർക്കാതെ ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. കളറിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര ഒന്ന് അലിഞ്ഞു വരുമ്പോൾ അതൊന്ന് ലൂസായി വരും. പെട്ടെന്ന് തന്നെ അത് കട്ടിയായി വരും. ഇപ്പോൾ നന്നായിട്ട് കട്ടിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർക്കാം. ഏലക്കപ്പൊടി ഇട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് ഞാൻ അണ്ടിപ്പരിപ്പും കിസ്മിസും നെയ്യിൽ വറുത്ത് വെച്ചിട്ടുണ്ട്. അതിട്ട് കൊടുക്കാം. അതുപോയിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കണം. ഞാനിപ്പോൾ കുറച്ച് നെയ്യ് ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന കേസരിയിലൊക്കെ നിറയെ നെയ്യ് ഉണ്ടാകും. നെയ്യ് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ കുറച്ചുകൂടി നെയ്യ് ഒഴിച്ചു കൊടുക്കണം. ഞാൻ കുറച്ച് നെയ്യ് ചേർത്തതേ ഉള്ളൂ. നന്നായിട്ട് നെയ്യ് ഒഴിച്ച ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മുടെ കേസരി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് ചെറിയ പാത്രത്തിലേക്ക് 1 സ്പൂൺ കൊണ്ട് കഴിക്കാനായിട്ട് സെർവ് ചെയ്യാം. ഞാനിപ്പോൾ ഇതുപോലെ വലിയൊരു പാത്രത്തിൽ സെറ്റ് ചെയ്യാനായിട്ട് വയ്ക്കുകയാണ്. കുഴിയുള്ളൊരു പാത്രത്തിൽ നെയ്യ് തടവിയ ശേഷം ഇതുപോലെ കോരി വയ്ക്കാം. സ്പൂൺ ഒടിച്ച് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. കുറച്ചൊന്ന് തണുത്ത ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. പെട്ടെന്ന് തന്നെ ഇത് പാത്രത്തിൽ നിന്ന് ഇളകി വരും. ഇതാ കണ്ടു, നമ്മുടെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കേസരി റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേസരിയാണ്. വളരെ ടേസ്റ്റിയുമാണ്. 10 മിനിറ്റ് സമയമേ നമ്മളിത് ഉണ്ടാക്കാനായിട്ട് എടുക്കുള്ളൂ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.